ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വിശേഷപ്പെട്ടത് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായി അറിയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതെന്താണെന്നല്ലേ പറയാം. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ കഞ്ഞിവെള്ളം നമ്മൾ നിസ്സാരമായി കാണുന്നതാവും. ഒരാവശ്യമില്ല നമ്മൾ ആ കഞ്ഞിവെള്ളം എടുത്ത് കളയുകയും ചെയ്യും. പക്ഷേ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് മാത്രമാണ് അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ മുഖം കഴുകിയാൽ മുഖത്ത് ഈ കുരുവോ കറുത്തപാടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ ദിവസവും നമ്മൾ മുഖം കഴുകിയ കറുത്ത പാടുകളെല്ലാം മാഞ്ഞു കിട്ടും. ചിലരുടെ മുഖത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ കറുത്ത പാടൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഈ കഞ്ഞിവെള്ളം കൊണ്ട് കഴുകിയാൽ നന്നായിട്ട് മാറും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കഞ്ഞിവെള്ളം എടുത്ത് നമ്മൾ തണുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ദിവസം ഇരുന്നാലും കുഴപ്പമില്ല, പിറ്റേ ദിവസം രാവിലെ നമ്മൾ തലയിൽ നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മുടെ മുടി നന്നായി വളരാനും നല്ല ഉള്ളു കിട്ടാനൊക്കെ ഈ കഞ്ഞിവെള്ളം വളരെ ഉപകാരമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്ഷീണവും തളർച്ചയൊക്കെ വരുമ്പോൾ ഈ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുന്നതും വളരെ നമ്മുടെ ക്ഷീണം മാറ്റാനും നല്ലതാണ്. പക്ഷേ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം കുറേ പേർക്ക് അറിയണം, കുറച്ച് പേർക്ക് അറിയില്ല. അവർക്കാട്ടോ ഈ വീഡിയോ. അപ്പം നിങ്ങളെല്ലാവരും ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ടിപ്സ് ഒന്ന് പരീക്ഷിക്കുക. നമ്മളെപ്പോഴും ഈ കഞ്ഞിവെള്ളം എടുത്ത് കളയാറുണ്ട്. അപ്പോൾ ഇനി ആരും കളയാണ്ട് അവരുടെ മുഖത്തും തലയിലും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. വളരെ എഫക്റ്റീവാണ്. മുടി കൊഴിച്ചിലുള്ളവരെല്ലാം ശ്രദ്ധിക്കണം. ഇത് ശരിക്കും ഇത് നമ്മൾ തലയിൽ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷാമ്പു കാര്യങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു 3-4-5 പ്രാവശ്യം സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി. നല്ല ഉള്ളും ഉണ്ടാവും, മുടി കൊഴിച്ചിൽ തടയും, പിന്നെ മുടിയൊക്കെ നന്നായിട്ട് വളരും. വളരെ സിമ്പിളായിട്ടാണ്. പിന്നെ നമുക്ക് വീട്ടിൽ താളി ഉണ്ടെങ്കിൽ അത് നമ്മുടെ തലയിൽ ഇട്ട് ഷാമ്പു പോലെ നമ്മൾ യൂസ് ചെയ്താലും മുടിക്ക് നല്ല വളർച്ചയുണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.